ഒക്കെ എന്ത് പ്രാന്തങ്ങളിയാണ് കളിക്കണ ക്രിക്കറ്റ്. എനിക്ക് രണ്ട് സാധനങ്ങളോട് ഇഷ്ടമല്ല. എപ്പോഴും പറയാറുണ്ട് ക്രിക്കറ്റ് എനിക്ക് വലിയ ഇന്ത്യയുടെ കളി വരുമ്പോൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യയുടെ കളി ഇഷ്ടമാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂൾ പൂട്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ കിളി കളിക്കുക, പിന്നെ കബഡി കളി, പിന്നെ നമ്മൾ ഗോരിക്കായ കളിക്കുക, പിന്നെ ഫുട്ബോൾ കളിക്കുക. ഇതൊക്കെ ഭയങ്കര ഒരു ഹരമാണ് കേട്ടോ. ക്രിക്കറ്റ് കളി ഞാൻ പണ്ട് ക്രിക്കറ്റ് കളി ഒരു ഇത് കാണിച്ചു തരാം. പണ്ട് ക്രിക്കറ്റ് കളിയിൽ ഒരു ഐറ്റം കളിക്കാറുണ്ടായിരുന്നു ഞാൻ. അതായത് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഐറ്റം കേട്ടോ. സ്ലോ മോഷനിൽ രണ്ട് ഇതാണ് കേട്ടോ. ഒന്ന് ഇയാൾ പന്ത് എടുത്തിട്ട് ആദ്യം പന്ത് എടുക്കുന്നു. പന്ത് എടുത്തിട്ട് നമ്മളിതാണല്ലോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തയ്ക്കുക, ഇത് ചെയ്യുക, ഇങ്ങനെ വീക്കുക, അത് ഒരാൾ ക്യാച്ച് ചെയ്യുക. ഇത് ഞാൻ പണ്ട് മിമിക്രിയിൽ സ്ലോ മോഷനായിട്ട് കാണിക്കാറുണ്ട്. ഈ ബോൾ എടുക്കുന്നു, ബോൾ എടുത്തിട്ട് മെല്ലെ ഇവിടെ തേച്ച്, ഇവിടെ ഹൈ സ്പീഡാണ് കേട്ടോ, തേച്ച് ഇവിടെ തേച്ച് ഇങ്ങനെ തേച്ച് മെല്ലെ വീക്കാണ് ബോൾ. വീക്കുമ്പോൾ ഇത് ക്യാച്ച് പിടിക്കാൻ ഒരാൾ, അത് നേരെ വായലിക്ക് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്രിക്കറ്റ് കളിയെ കുറിച്ചിട്ട് ഭയങ്കര വലിയ തലയ്ക്കങ്ങനെ കൊണ്ടില്ലേ വലിയ വശമില്ല. അപ്പോൾ ഫുട്ബോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പോർട്സിൽ. ഒട്ടുമിക്ക ആൾക്കാർ ചോദിക്കും മണിച്ചേട്ടാ അത് എങ്ങനെ സിനിമയിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ മറുപടി പറയാറുണ്ട്. ഒരു ഫ്ലൈറ്റും റോക്കറ്റും കൂടി ഇങ്ങനെ പോവാം. അപ്പോൾ ഈ റോക്കറ്റ് ഫ്ലൈറ്റിനോട് ചോദിച്ചു, ഫ്ലൈറ്റ് നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ പറന്ന് ഉയർന്ന് പൊന്തി താഴെ ഇറങ്ങണമെന്ന് വെച്ചപ്പോൾ ഫ്ലൈറ്റ് പറഞ്ഞു ഞങ്ങളെ കൊണ്ടിറക്കാനുള്ള പൈലറ്റ് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് ചെന്നിറങ്ങാനുള്ള ഗ്രൗണ്ട് ഉണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞു. ആ ഉടനെ ഫ്ലൈറ്റ് റോക്കറ്റിനോട് ചോദിച്ചു, അല്ല ഇതൊക്കെ ശരി, എന്നോട് ഞാൻ ഫ്ലൈറ്റ് എന്നോട് നിങ്ങൾക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റോക്കറ്റിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിത് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മുകളിലേക്ക് എത്തണേ? അപ്പോൾ ഈ റോക്കറ്റ് പറയാ ആസനത്തിൽ തീ പിടിച്ച ആരാ ചങ്ങാതി അങ്ങനെ പൊന്തി പോവാത്തത്, അതുകൊണ്ട് പൊന്തി പോണതാ. അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ തീ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ലക്ഷ്യമില്ലാണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്കൂൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും കുഞ്ഞുങ്ങൾ പന്ത് കളി, മാങ്ങ പറിക്കാൻ പോക്ക്, കശുവണ്ടി നൊത്തി കളിക്കൽ, ഗോരിക്കായ കളിക്കലൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പണ്ട് ഇവർക്ക് കളിക്കാനായിട്ട് പുഴയിൽ ഒരു ഗ്രൗണ്ടൊക്കെ തയ്യാറാക്കി കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ അത് ചെയ്യാൻ പറ്റില്ല, കാരണമൊക്കെ ചെളിയൊക്കെ കൂടി ഒന്നും ചെയ്യാൻ പറ്റാണ്ടായെന്നുള്ളതാണ്. പക്ഷെ എന്നാലും പഴയ കാലത്തെ കളികളൊക്കെ ഓർക്കുമ്പോഴേ ഇപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സുഖമാണ്. എൻ്റെ അച്ഛനൊക്കെ ജോലിക്ക് പോയിരുന്ന സ്ഥലത്ത് മാങ്ങ, അപ്പോൾ ഈ മാങ്ങ വീഴുമ്പോൾ നല്ല മാങ്ങയാണ്. ഈ മാങ്ങ എല്ലാം കൂടി ഒരു പാളി ഉണ്ടാവും, നമ്മുടെ ഈ അടക്കാമരത്തിൻ്റെ പാള. അതിങ്ങനെ വളച്ച് കെട്ടിയിട്ട് ഇതിനകത്ത് മാങ്ങ നിറച്ചിട്ട് ചുറ്റി പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പം എൻ്റെ കൂടെ ഒരു കൂട്ടുകാരുണ്ടാവും, കുറച്ച് കൊതിയുള്ള ആളാണ്. മാങ്ങേ മുകളിൽ നിന്ന് മേത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ്. അതായത് മുകളിൽ നിന്ന് വീഴുമ്പോൾ അവരുടെ മേത്ത കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവൻ്റെയാണ്. അങ്ങനെയൊന്നുമില്ല, മാങ്ങ ആർക്കും വേണമെങ്കിലും എടുത്തുവിടാം. ഓരോ കൊതിക്കളികൾ, അന്നത്തെ ചെറുപ്പത്തിലുള്ള കളികൾ. അപ്പോൾ സ്പോർട്സ് പരമായിട്ട് ഇതൊക്കെയാണ് എനിക്ക് ഓർക്കുക. ഞാൻ ബെൻ ജോൺസണിൻ്റെ ഒരു രംഗം, ഞാൻ ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്നത്. ആ ബോയ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് മാത്രം ഹഡിൽസ് ചാടാനായിട്ട് ഹഡിലില്ല. അന്ന് മരിച്ചുപോയി സുരേഷ് ബാബു മാഷുണ്ട്. ആ മാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിലെ വേസ്റ്റായിട്ട് കിടക്കുന്ന ബെഞ്ചിൻ്റെ അടിവശം, ആ അടിവശം ഞാൻ തന്നെ മുറിച്ചെടുത്ത് ചാലക്കുടി കാർമൽ സ്കൂളിൽ പോയിട്ട് അവിടുത്തെ ഒറിജിനൽ ഹഡിലിൻ്റെ അളവ് എടുത്തിട്ട് വെള്ളയും കറുപ്പും പെയിൻറ്റ് ചെയ്ത് ഞാൻ സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് 2 ഹഡിലുണ്ടാക്കി പ്രാക്ടീസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് വരെ ഞാൻ പോയത്. എന്നാൽ എൻ്റെ കൂടെ ഞങ്ങൾ മത്സരിക്കാൻ ചാലക്കുടിയിൽ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അങ്ങനെ മത്സരിക്കാൻ പോയി സ്റ്റേറ്റിൽ പോയി. സ്റ്റേറ്റ് ഡിസ്കസ് ത്രോ പോയി, ജാവലിൻ ത്രോ, ഹാമർ ത്രോ, 400 മീറ്റേഴ്സ് റിലേ, പിന്നെ ഈ ഹഡിൽസ്. ഈ ഹഡിൽ ഞാൻ പിന്നെ ചെയ്തത് ഞാൻ ബെൻ ജോൺസൺ എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് ഹഡിൽ ചെയ്തത്.